ആകാശവാണി. കുഞ്ഞിപ്പാത്തുമ്മ, കുഞ്ഞിപ്പാത്തുമ്മ, എന്താ അമ്മ? ഈച്ചിത് എവിടെ പോയിരിക്കണ്? ഞാൻ ഇവിടെ ഉണ്ട് അമ്മ. ഞമ്മള് പറഞ്ഞിട്ടില്ലേ അയൽപക്കത്ത് പോകരുതെന്ന്? ഇജ്ജേ ഈ നാട്ടിലെ പണക്കാരനായ വട്ടനടിമയുടെ മോളാ. നിന്റെ ഉമ്മ ആരാ? കുഞ്ഞിത്താച്ചുമ്മ. അതല്ലടി ചോദിച്ചത്. എന്റെ നിലയും വിലയും നിനക്കറിയോ? നിന്റെ ഉമ്മേ ആനമക്കാരുടെ പുന്നാര മോളാ. ഇന്റെ ബാപ്പാക്കേ വലിയൊരു ആനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. അപ്പൊ നിനക്കോ? എന്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. നിന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു. നാടകം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിന്റെ റേഡിയോ രൂപാന്തരം. രൂപാന്തരപ്പെടുത്തിയത് പ്രൊഫസർ ഇ.വി. സുകുമാരൻ. പങ്കെടുക്കുന്നവർ സി രമാദേവി, തൃശൂർ എൽ.സി., പി യു വിശ്വനാഥൻ, പി കെ സുരേഷ് ബാബു, എം തങ്കമണി. ആനേനെ തൊട്ടിട്ടുണ്ടാ? പിന്നെ ഞമ്മളല്ലേ അതിന് ചോറും ശർക്കരയും കൊടുത്തോണ്ടിരുന്നത്. ഞമ്മള് കണ്ടിട്ടില്ല. ഞമ്മക്ക് ഇഷ്ടായി ഞമ്മന്റെ പുന്നാര ആനേനെ. ഇസ്ലാമിങ്ങളാണെങ്കിലും അയൽപക്കങ്ങളിലെ പിള്ളേരുമായി കൂട്ടുകൂടരുത്. എന്താ കാരണമ്മ? ഈ ദുനിയാവില് 2 തരം കൂട്ടരേ ഉള്ളൂ, ഇസ്ലാമും കാഫിറും. എപ്പോഴമ്മ ഞാൻ വലുതാകാൻ പോണത്? ഇത് എന്തിരത്ത് ചോദ്യ? അല്ല, ബാപ്പാടൊപ്പം കുളിച്ചാൻ പോയപ്പോ ഞാൻ കാപ്രിച്ചികളെ കണ്ട്. അവർക്ക് നല്ല മണുണ്ട്. അവര് സാരിയും ബ്ലൗസ് എന്ന കുപ്പായവും അതിനിടയിൽ ബോഡീസ് എന്ന പറ്റുപ്പായവും ഇട്ടിട്ടുണ്ട്. ബോഡീസ് ഒന്ന് എനിച്ചും വേണമെന്ന് പറഞ്ഞപ്പോ അവര് പറയാ, കുഞ്ഞുപാത്തുമ്മ ഇജ്ജ് വലുതാവട്ടേന്ന്. ഉമ്മ, എപ്പോഴാ അമ്മ ഞാൻ വലുതാവണത്? എന്റെ കുഞ്ഞിപ്പാത്തുമ്മ, ഞമ്മക്ക് വേണ്ടാത്തതാ അത്. കാഫിർച്ചിയുടെ ലിബാസ്. കാഫിറിനോട് ഞമ്മ എതിര് കാണിക്കണം. ബാപ്പല്ലേ നിക്കണത്, നീ ബാപ്പാട് ചോദിക്ക്. അത് നേരാ മോളെ, നമ്മക്കത് പാങ്ങില്ല. നമ്മള് ഇസ്ലാമികളാ. അതുകൊണ്ടല്ലേ ബാപ്പ തല മൊട്ടടിച്ച് നടക്കണത്, ദിവസം 5 നേരം നിസ്കരിക്കണത്. വലിയ കശപ് നേരിയത് തോളിക്കോടെ ഇടും. അത് നിലത്ത് മുട്ടാതിരിക്കാൻ 2 ബാല്യക്കാര് പിന്നാലെ നടന്ന് പൊക്കിപ്പിടിക്കും. അങ്ങനെയാ എന്റെ ബാപ്പ നടക്കണത്. നിന്റെ ഉമ്മയുണ്ടല്ല, വലിയ ബുർക്കാരിയ. ഒരു ദിവസം 100 തളിര് പറ്റില വേണം. ബടഭർത്താനം കേൾക്കാനായിട്ട് പെണ്ണുങ്ങൾ വരും. 5 കവടിയ കറുത്ത വറുകിനെ പറ്റിയ ആ സംസാരം. ഇതാണ് പാക്യമർഗ്. ചുമ്മാ ഉണ്ടാകുവോ? ആനമക്കാരന്റെ പുന്നാര മോളാ. തന്നെയോ, ഞമ്മള് 5 പെറ്റിട്ട് പടശോനും മുത്തുനബി നേർച്ചക്കാരും ഒന്നിനെ തന്നുള്ളു. പിന്നെ കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുമ്മയുടെ കല്യാണം നടക്കും. ആനമക്കാരന്റെ പുന്നാര മോളാ. ഇവിടങ്ങള് മീൻകാരും പിച്ചക്കാരും പിള്ളേർക്ക് എന്തിനാ ഞമ്മടെ പേരിടുന്നത്? കെട്ടിക്കാൻ പോണ പെണ്ണ ചോദിക്കണ കേട്ടാ. നോക്കിയേ, അന്റെ മറുകിന്റെ നിറം എന്താ? കറുത്തത്. നിന്റെ ഉപ്പൂപ്പാടെ ആനേന്റെ നിറം എന്തായിരുന്നു? കറുത്തത്. നിന്റെ നിറം എന്താ? വെളുത്തത്. വെളുത്ത നിന്റെ കവളുമ്മല് കറുത്ത മറുകുണ്ടായതെന്താ? നിന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, അതുകൊണ്ട്. വലിയൊരു കൊമ്പനാന. അന്റെ ബാപ്പേ ഇന്നെ കെട്ടാൻ വന്നത് ആനേന്റെ പുറത്ത് കേറിയ. എന്നെയും കെട്ടാൻ വരുന്ന ചെക്കൻ ആനപ്പുറത്താവോ വരിക? എന്തിനാണ് ഉമ്മ എന്നെ കെട്ടിക്കണത്? പെണ്ണായി പിറന്ന ഏതെങ്കിലും ഒരാണിന് കെട്ടിച്ചു കൊടുക്കും. അന്നെ കെട്ടിച്ചിട്ട് വേണം ബാപ്പാക്ക് ഹജ്ജിന് പോവാൻ. ഉമ്മ പോണുണ്ടാ? പോണുണ്ട്. അപ്പൊ ഇനിയും കൊണ്ടോണം. അതൊക്കെ അന്റെ കെട്ടിയനോട് പറ. എന്തെല്ലാം കാര്യങ്ങളാ മൂല്യര് വയസ്സ് എന്ന രാപ്രസംഗത്തില് പറഞ്ഞിട്ടുള്ളത്. മക്കത്തുള്ള ഈറാ ഗുഹയിൽ നബി ധ്യാനത്തിലിരുന്നപ്പോ ജിബ്രീൽ വന്ന് പറഞ്ഞ്, വായിക്കുക, എഴുത്തും വായനയും പഠിക്കുക, അതാണ് ഖുർആനിന്റെ തുടക്കം. നബി മക്കത്ത് ജനിച്ചു, മദീനത്ത് കബറടക്കി. ഹജ്ജിന് പോകുമ്പോ
ബാപ്പയും ഉമ്മയും രണ്ടോടത്തും പോകും. ഓരോ കൂടെ പോകാൻ എന്നെ കെട്ടുന്ന ആള് സമ്മതിക്കുവോ? ബാപ്പാക്ക് എന്താ ഇന്ന് ഇത്ര അരിസം? എന്റെ പേരിൽ അവര് പുതിയ കേസ് കൊടുത്തിരിക്കണു. എന്ത് കേസാ ബാപ്പ? പള്ളി കൈത്താന കാര്യത്തിനാണ്. പള്ളിയിലെ ഭരണകാര്യങ്ങൾ നോക്കാൻ എനക്ക് അവകാശമില്ലാന്ന്. അതോ? അവകാശം പിന്നെ ആർക്കണ്ടോ? ഞാനാണ് ഈ നാട്ടിൽ മുന്തിയ പണക്കാരൻ. എന്തേ ബട്ടശോന്റെ മുത്തുനബീന്റെ നേർച്ചക്കാരുടെ മോദനുള്ള ബട്ടനടിമോട് അവര് കളി പഠിക്കും. കുഞ്ഞിപ്പാത്തുമ്മ, ഇച്ചെങ്ങനെ ബെടക്കായി നടന്നാ പോരാ. കയ്യിലും കാലിലും മൈലാഞ്ചി ഇടണം, കണ്ണെയ്തണം, എല്ലാ പണ്ടങ്ങളും ഇടണം. അന്നെ എപ്പയാ പെണ്ണ് കാണാൻ വരുന്നേന്ന് അറിഞ്ഞൂടാ. അവര് വന്നാലേ അന്റെ വായ പൊളിച്ചു നോക്കും. എന്തിനമ്മ? അനക്ക് പുഴുപ്പല്ലുണ്ടോന്നറിയാൻ. പഠിച്ചോനെ. പിന്നെ അന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, അറിവുണ്ടോന്നറിയാൻ. എന്ത് ചോദ്യങ്ങളാണമ്മ? ഞമ്മളെ പടച്ചതാര്? അല്ലാഹ്. ഈ ദുനിയാവ് അവസാനിക്കുമ്പോ എന്താ ഉണ്ടാവുക? ക്യാമത്തിന്റെ അടയാളങ്ങൾ എന്തെല്ലാം? താണവര് ഉയരും, ഉയർന്നോര് തായും. ഒരു ദിവസം പെട്ടെന്നൊരു ചെത്തം കേൾക്കും. ആഹാ, ഇത് എന്തൊരു ചെത്തം എന്ന ആളോളം അത്ഭുതപ്പെടും. അതാണ് സൂർ എന്ന കാഹളം. ഇസ്രാഫീൽ എന്ന മലക്ക് ഒരു കൊയലിൽ കൂടി ഉണ്ടാക്കണ ശബ്ദമാണത്. ആ കൊയലിന് ദുനിയാവിലുള്ള ജീവികളുടെ അത്ര ഓട്ടണ്ട്. ആ ശബ്ദം കൂടി കൂടി ഇടിവെട്ടും പോലാകും. ഭൂമി കുലുങ്ങും, കൊടുങ്കാറ്റുണ്ടാവും. അങ്ങനെ ദുനിയാവ് അവസാനിക്കും. ഐഷാ ബീബി ആരാർന്നു? മുത്തുനബീന്റെ വീടര്. ഐഷാ ബീബിന്റെ കാത് കുത്തിർന്നു. കുത്തിയിരുന്ന്. എത്ര അലിക്കത്തുണ്ടായിരുന്നു? സുബർഗത്തീന്ന് ജിബ്രിൽ മുത്തുക്കൊല കൊണ്ടുവന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊടുത്ത്. മുത്തുനബി അത് ഐഷാ ബീബിയുടെ കാതിലിട്ട്. ഷജറുത്തൽ മുന്ത എന്താ? സുബർഗത്തിലെ വലിയൊരു മര. ആ മരത്തില് ഈ ദുനിയാവിലെ എല്ലാ ജീവികളുടെയും എണ്ണ ഇലകളുണ്ട്. ഒരില വീയുമ്പോ ഒരു ജീവി മയ്യത്താവും. ദുനിയാവില് മുസീബത്ത് ഉണ്ടാക്കണതാരാ? ഇബ്ലീസ് എന്ന പഹയൻ. ഇബ്ലീസ് മലക്കായിരുന്നു. മലക്കിനെ പടച്ചത് തീയോണ്ടാ. അതുകൊണ്ട് തമ്പുരാൻ മലക്കിനെ പുറത്താക്കി. അവനാ ഇബ്ലീസ് എന്ന പഹയൻ. മുടി വളർത്തിയാല് ഇബ്ലീസ് തലേ കയറിയിരിക്കും. അതില്ലാണ്ടിരിക്കാനാണ് നമ്മുടെ ആളോള് തൊപ്പിയിടുന്നത്. എന്തിരുത്താ മോളും കൂടി ഒരു കുസുകുസുപ്പ്? ഒന്നുമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങളിങ്ങനെ കേസും കൂട്ടുമായി നടന്നാ മതിയോ? ഓളെ കെട്ടിച്ചു കൊടുക്കണ്ടേ? വേണം. പക്ഷേല് കണ്ടോനും പൊക്കണം കെട്ടോനും കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്റെ കുഞ്ഞിത്താച്ചുവോ? അത് ശരിയാ. ആനമക്കാരന്റെ പുന്നാരമോടെ പുന്നാരമോൾക്ക് മുന്തിയോര് തന്നെ വേണം. എന്നെ കെട്ടാൻ പറഞ്ഞ ചെക്കനെ ഒന്ന് കാണാൻ പറ്റിയെങ്കില് ഒന്ന് കണ്ടാ മതി. അത് പോക്കണം കേടല്ലേ. എന്തെന്റെ കൽബിലൊരു വേദന. നിക്കെല്ലാം ഉണ്ടല്ല. ഓ, വിശപ്പ് തോന്നണില്ല, ഉറക്കവും വരുന്നില്ല. രാത്രി മാനത്ത് നോക്കി നിൽക്കുമ്പോ ഒരു സന്തോഷം. ഇങ്ങളെന്താ വെള്ളത്തെ വീണ കോയെ പോലെ ഇരിക്കണത്? കുഞ്ഞിതാച്ചുവോ, എന്റെ മനസ്സിലൊരു ബേജാറ്. എന്തിരുത്താ? കേസിന്റെ കാര്യ? അതന്നെ. ഇങ്ങടെ 7 പെങ്ങന്മാരും കൂടല്ലേ കേസ് കൊടുത്തത്? അവർക്കും കൂടെ ഉള്ളത് ഉമ്മാനെ പറ്റിച്ച് ഇങ്ങളെ എഴുതി മേടിച്ചെന്ന്. അതെനിക്ക് എന്റെ ഉമ്മ എഴുതി തന്നാന്ന് ഞാനും വാദിച്ച്. എത്ര കൊല്ല ആ കേസ് നടന്നേ. ഞമ്മള് പള്ളിയില് നേർച്ച നേർന്നു. നമ്മടെ കേസ് ജയിക്കാൻ പോകാർന്ന്. എന്നിട്ട് എന്തേ? ഉമ്മാക്ക് പുരാന്താന്ന് അവര് വായിച്ച്. കേസ് നടത്തി എത്ര പറമ്പുകളും നിലവും വിറ്റുപോയി, മുയ്യം പണ്ടങ്ങളും പോയി. കുഞ്ഞിതാച്ചുവോ, എന്തേ? നമ്മള് കേസിൽ തോറ്റ്. എന്റെ റബ്ബേ, എന്താണ് ഈ കേക്കണത്? നമ്മുടെ എല്ലാം പോയില്ലേ?
നമ്മൾ ഇന്ന് തന്നെ കുടി ഒഴിഞ്ഞു കൊടുക്കണം. ഇവിടുന്ന് പോണം. നമ്മൾ ഓടിച്ചാടി കളിച്ച ഈ വീട് വിട്ട് പോണോ പാപ്പ? പോണം മോളെ, പോണം. നമ്മടെ വിധി എന്താ ചെയ്യ? നമ്മളെവിടെ പോവും പാപ്പ? ഞമ്മക്കിനി ആകെ ഉള്ളത് ബൈബക്കത്തുള്ള കിറ്റ് പൊരേടാണ്. ഇവിടുന്ന് ഞമ്മക്ക് ഒന്നും എടുക്കാനില്ല. അയപ്പക്കാരുടെ മോത്ത് നമ്മളെങ്ങനെ നോക്കുക? അതുകൊണ്ട് ഈ രാത്രി തന്നെ നമുക്ക് പോകുക. എന്റെ മെതിയടി വേണം, അത് നമ്മളെടുക്കും. വാ വാ, നമുക്ക് പോകുക, പോകുക. ഹായ്, എന്ത് ചേലാണ് താമരപ്പൂക്കള്, ചോപ്പും വെള്ളയും. ഞമ്മളൊന്ന് എണ്ണി നോക്കട്ടെ. കുഞ്ഞിപ്പാത്തുമ്മ, ഇജ്ജവിടെ എന്തെടുക്കുക? ദേ വരണ ഉമ്മ. എപ്പ എണ്ണാനിരുന്നാലും ഉമ്മ വിളിക്കും, മുഴുവനാക്കാൻ പറ്റൂല. എന്ത് സ്ഥിതിയുള്ളവരായിരുന്നു നമ്മള്. എല്ലാം പോയില്ലേ. ഇവിടെ ഇപ്പോ ആകെ ഉള്ളത് എന്താ? 1-2 ചട്ടിയും കലവും. ഉമ്മ, ഞാൻ ആ പുളിഞ്ചോട്ടി പോട്ടെ. എത്ര നിലവും പറമ്പും ഉണ്ടായിരുന്നത്, എത്ര വലിയ വീടായിരുന്നു. ഇപ്പോ ബൈക്കോല് മേഞ്ഞ പെര, 2 മുറി മാത്രം. പെണ്ണായി പിറന്ന തീ പിടിപ്പിക്കാനെങ്കിൽ അറിയണം. ഞാൻ ആനമക്കാരന്റെ പുന്നാര മോളാ. നാപം നടക്ക്. ഇല്ലേലും മൂക്കെ വലിച്ചു കയറ്റു നിങ്ങള്. ഞാൻ ആനമക്കാരന്റെ പുന്നാര മോളാ. എനിക്ക് ലൈസൻസ് ഉണ്ട്. ഓ എന്റെ പുന്നാരമ്മ, ഒന്ന് മിണ്ടാണ്ടിരി. കൊറാൻ പറഞ്ഞോളെ, ഇച്ച കാരണ എല്ലാ ഉമ്മ മാപ്പമാരും ഇങ്ങനെയാണ്, കടിച്ചു കീറാൻ പോണ പോലെ. കയ്യില് കായില്ലാണ്ടായ എല്ലാ കുടിയിലും ചെലുക് തന്നെയാ മോളെ. തല്ല് കൂടിയാല് കായ് ഉണ്ടാവുക, ജോലി ഇല്ലാണ്ട് കായ് ഉണ്ടാവുക. അതുകൊണ്ടല്ലേ ഞാൻ ഉണക്കമീൻ കച്ചവടം നടത്തിയത്. എന്തെങ്കിലും ചെയ്ത് നയിക്കണ്ടേ? അങ്ങനെയല്ലേ പണക്കാരനായ ബട്ടനടിമ ഷമ്മീനടിമയായത്. കേട്ടാ, അവിടെ ഒരു നമൂസ് ആളെ കളിയാക്കാത്. നിന്റെ ഉമ്മാക്ക് ഇപ്പോഴും ഈ വീടായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. ഉമ്മാക്ക് ഉമ്മണി പാലും പഞ്ചാരയും ചേർത്ത ചായ വേണം. എന്നിട്ട് തരുന്നതാ പന്നഞ്ചക്കര ചേർത്ത കടിഞ്ചായ, അത് ഉപ്പിട്ടിട്ട്. ഉമ്മാക്ക് ചട്ടിച്ചായ കൊടുത്ത ചട്ടി തല്ലി ഉടക്കും. എല്ലാ ദിവസം ചട്ടി വാങ്ങാൻ എവിടെയാണ് കായി? ഞമ്മക്ക് ശരട്ടായി കൊടുത്താ മതി. മയ്യദീനെ, നേർച്ചക്കാരെ കേക്കണുണ്ടോ? മുത്തുനബിയെ, ഇത് കേക്കണുണ്ടോ? ആനമക്കാരന്റെ പുന്നാര മോക്ക് ശരട്ടെ കൊടുത്താ മതി. നീ ഭാഗ്യദോഷിയ, നിന്റെ ആ മറക്ക് ഭാഗ്യക്കേടിന്റെ. കുഞ്ഞിത്താച്ചുവോ? ആരാമറിനോളെ, അന്നെ കാലപ്പാമ്പ് കടിക്കും. അവന്റെ തലവെട്ടം കണ്ടപ്പോളാ. ഓ എന്റെ ഉമ്മ, ഒന്ന് പതുക്കെ പറ. ഉറക്കെ പറയാടി, എനിക്ക് ലൈനസ് ഉണ്ടേ. ഉറക്കെ പറയാൻ. കുഞ്ഞിത്താച്ചോണ്ടാണ്ടിരിക്കട്ടെ. ചെമ്മേനടിമ ആനമക്കാരന്റെ പുന്നാരമോളെ പേടിപ്പിച്ചാൻ വരണു. പുന്നാരമോളെ നിന്നെ ഞാൻ കഴുത്ത് കൗത്ത് എന്റെ കൈത്ത് വിട്, എന്നെ കൊല്ലല്ലേ. ചാവേ പഠിച്ചോനെ റബുലമീൻ, ഉമ്മ പോയി. ഇനി ബാപ്പായെ കൈബലങ്ങ് വെച്ച് പോലീസുകാര് കൊണ്ടുപോവും. ഇനി ഞമ്മക്കാര് ബാപ്പ എന്നാലത് ചെയ്തല്ലോ. മോളെ കുഞ്ഞിപ്പത്തു കരയാണ്ട് പുറത്തു പോയി കുത്തിരിക്ക്. ഇപ്പൊ സുബർക്കത്തുള്ള ഷജ്രത്ത് മുന്താഹയുടെ ഒരില വീണിട്ടുണ്ടാവും. പഠിച്ചോനെ, എനിക്കാരുമില്ല, ഞമ്മക്കാരുമില്ലോ. മയ്യദീനെ, ഉമ്മണീറ്റല്ല, ഒന്ന് വേർതിരിക്ക്. തടകടിയേ, തടക്. മയ്യദീനെ, തടക്. എവിടാണ് ഉമ്മ? നബിയേ, തടക്. എവിടുമ്മ? അയ്യോ, കൈത്തില്, കാലയില്. കാണിക്കും കാണിക്കും. മോളെ കുഞ്ഞിപ്പത്തു ഇജ്ജ് മാറിക്കോ.
ബാപ്പ തടക. ആ ഇജ്ജ് പുറത്തു പോയിട്ട് കുത്തിയിരിക്കി. മോളെ, ഞമ്മക്ക് എല്ലാവർക്കും തൗബ ചെയ്യണം. ചെയ്ത തെറ്റിന് തമ്പുരാനോട് മാപ്പ് പൂർത്തിക്ക് അപേക്ഷിക്കണം. എന്തേ? എണ്ണയും കൊയമ്പും ഇഞ്ചിയും വേണം. ആ മോളെ, ഉമ്മാക്ക് കുളിച്ചാൽ ഇമ്മണി വെള്ളം കോരി ചൂടാക്ക്. ഉമ്മ, ഞാൻ തെക്കേലെ ഒഴിഞ്ഞു കിടക്കണ വീടില്ലേ, അവിടുത്തെ കിണറ്റിൻകരയിൽ പോയി കുളിച്ചോട്ടെ? അധികം താമസിക്കരുത്. ആ പാളയും കയറും എടുത്തോ. കെട്ടിയവനും കെട്ടിയോളും വൈക്കിടാണോ? എന്തിനാ വൈക്കിടുന്നത്? എന്തിനാ വൈക്കിടുന്നത് കുരുവികളേന്ന്? ഓ, മിണ്ടാണ്ടിരി. നോയിക്കേ, എന്തൊരു കാണിക്കലാണ് കാട്ടിയേ. അയ്യോ, ദേ ഒരു കുരുവി തോട്ടി വീണല്ല. മനസ്സന്മാര് കമന്ന് കിടക്കണ പോലെ കിടക്കണ കണ്ട. റബേ, അത് മയ്യത്തായ. പാവത്തിന് കുറച്ച് വെള്ളം കൊടുക്കാൻ തോട്ടിൽ എങ്ങനാ ഇറങ്ങുക? ആ, ഈ പാണച്ചെടിയുമേ പിടിച്ചിറങ്ങാം. റബേ, ഞാൻ വീണല്ല. നീ കാരണം കൈയെല്ലാം കീറിപ്പോയി ചോര വരണ്. ഏയ്, കുരുവിക്ക് ജീവനുണ്ടോ? ആരാത്? എന്തൊരു പോക്കണം കേടാണ്. കരക്ക് കയറാൻ വയ്യേ? വിഷമം. ഓ, വിഷമാണോ? അതെ. ലോകരറിഞ്ഞ എന്ത് പറയും? കെട്ടിക്കാൻ പ്രായം ചെയ്യുന്ന ഒരു മുസ്ലിം പെണ്ണ് ഒരാമ്പറന്നവനോട് വർത്താനം പറഞ്ഞ ദേ അയാളെ ഇറങ്ങി വരണല്ല. റബേ, അയാള് വീയോ? ഈ വയസ്സിനിടയ്ക്ക് നിന്നെ പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. ആട്ടെ, എന്താ കുരുവിയുടെ പേര്? കുഞ്ഞിപ്പാത്തുമ്മ. കൊള്ളാം. കുഞ്ഞിപ്പാത്തുമ്മയുടെ ചോരയാണല്ലേ ആ ഇലയെ കിടക്കുന്നത്? അതെ. കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ നോക്കട്ടെ. കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക, ചോര പോകാതിരിക്കട്ടെ. ആ, ഈ സിഗരറ്റിന്റെ പുകയിലെടുത്ത് അത് വെച്ച് തൂവാല കൊണ്ട് കെട്ടിത്തരാം. ആ, കൈയൽപ്പം താത്തിയേ. റബ്ബേ, ഇയാൾക്ക് ചെറുപേരിലില്ലല്ല, മുറിച്ചു കളഞ്ഞ മാതിരി. നീറ്റലുണ്ടോ? ഇല്ല, തീരെ. ഇത്തിരിസ്. ആ, സാരമില്ല. കൈ നനയ്ക്കരുത് കേട്ടോ. 2-3 ദിവസം കഴിയുമ്പോ മുറിവ് കരിഞ്ഞിരിക്കും. ആ, ഇനി കുഞ്ഞിപ്പാത്തുമ്മ മുകളിലേക്ക് എങ്ങനെ കയറും? കുരുവിയെ കാണട്ടെ. ദാ നോക്കിയേ, കുരുവി പറക്കുന്നു. കുഞ്ഞിപ്പാത്തുമ്മക്ക് പറക്കാൻ കഴിയോ? ഇല്ല. ആ, എന്നാല് നമുക്ക് ചിറകുണ്ടാക്കാം. ദാ എന്റെ കൈ പിടിച്ചോ, പിടിച്ചോ. പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. ഭയപ്പെടണ്ട, പോന്നോളൂ. അങ്ങനെ. ആ, കേറി വാ. ആ, അങ്ങനെ. എന്നാലിനി കുഞ്ഞിപ്പാത്തുമ്മ പോയിക്കോളൂ. ഞാൻ പോവുക കേട്ടോ. അയാള് പോയോ? ആ, അയാള് പോയി. എന്താവോ കൽപ്പ് നിറയെ സന്തോഷം. ആ, ഇനി കുളിച്ചാ നോക്കട്ടെ. ഇവിടെ വേറെ ആരുമില്ല. മുണ്ടും കുപ്പായം ഊരി വെക്കാം, തോർത്തുണ്ട് മാത്രം എടുക്കാം. ആ വാതിൽ തുറന്നു വരണത് നേരത്തെ കണ്ട ആളല്ലേ? അയാൾ ഇങ്ങടാണല്ലോ വരണത്. അയ്യോ, പാളിയും കയറും കിണറ്റി പോയല്ല. കുളിച്ചാ നിക്കണ വേഷത്തില് അയാൾ എന്നെ കാണില്ലേ? എങ്ങടാ ഓടുക? കുപ്പായം മുണ്ടെടുത്ത് മാറി മറിച്ച് ഇവിടെ കുത്തിയിരിക്കാം. ഓ, കുഞ്ഞിപ്പാത്തമ്മ കുളിക്കുകയാണല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എനിക്ക് കുറച്ച് വെള്ളം വേണ്ടിയിരുന്നു. ഞാനിപ്പൊ തന്നെ പോയിക്കോളാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. പാളയും കയറും കിണറ്റി പോയി. എന്ത്? പാളയും കയറും കിണറ്റി പോയി. ഇനി എങ്ങനെ കുളിക്കും? സാരമില്ല, പാളയും കയറും കിണറ്റിന്ന് ഞാൻ എടുത്തു തരാം. ദാ മുണ്ടും മടക്കി കുത്തി കിണറ്റിലിറങ്ങി. ആള് വിൽക്കുവോ? ആ, എത്ര വേഗ പാളയും കയറും കൊണ്ടുവരുന്നത്. ദാ, ഇനി കുഞ്ഞിപ്പാത്തുമ്മ കുളിച്ചോളൂ. ആ മുറിവ് നനയ്ക്കരുത്. ആ മനസ്സൻ ആരാ?
ആ വഴിയിൽ എങ്ങനെ വന്ന്? കുഞ്ഞിപ്പാത്തുമ്മ, ഇജ് അത്താഴം കഴിക്കണില്ലേ? വേണ്ടമ്മ, എന്റെ കരളിലൊരു വേദന. അതാടേ അന്നാരും കെട്ടിക്കൊണ്ടു പോവാത്തത്. ഇന്ന കെട്ടിച്ചതേ 14-ാമത്തെ വയസ്സിലാ. അനക്കിപ്പം വയസ്സ് 22. ഇജൊന്ന് ചുമ്മാ ഇരിക്ക എന്റെ കുഞ്ഞിത്താച്ചോ. പടച്ചോന്റെ ബാൻഡി ഉണ്ടെങ്കി അവിടെ നിക്കാഹ് ഇക്കൊല്ലം തന്നെ നടക്കൂ. ഓ, ഇവളെ കെട്ടാൻ വരണ്. എന്ത് കണ്ടിട്ട് വരാൻ? ശീതനം കൊടുക്കാൻ വല്ലതും ഉണ്ടാ? ഇജൊന്നും മുണ്ടാണ്ടിരിക്കണോ, ആരെങ്കിലും വരും. ഇജൊന്നും മുണ്ടാണ്ടിരുന്നാ മതി. ഇരുന്നില്ലേ ചെമ്മനടിമ മൂക്കി വലിച്ചു കയറ്റുവോ? കുഞ്ഞിപ്പാത്തോ, എന്താ വേണ്ട. ബാപ്പാ, വീട്ടിലൊരു സ്വൈരല്ലുണ്ടായി. പിന്നൊരു സമാധാനം ഓനെ പറ്റി ഓർക്കുമ്പോഴാ. കാണില്ല, എവിടെ പോയി കളഞ്ഞ്? പേരെന്ത്, എന്ത് ജാതി, എവിടുന്ന് വന്ന്? ആ മുഖം, ആ ചിരി, ആ നഷ്ടപ്പെട്ട ബെർല്, പടശോനെ. ആ ആമ്പൽപ്പൊയ്കേന്റെ അരികില് ആരാ നിക്കണത്? ഒരു കാപ്രിച്ചിയല്ലേ? പടച്ചോനെ, ആ കൊച്ചു കാപ്രിച്ചി കുളിച്ചാൻ പോകാണ്. കന്നട്ട കടിച്ചു കൊല്ലും. കുളിച്ചല്ലേ, കുളിച്ചല്ലേ. കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയണം. ഹമ്പടി, എന്നാ കന്നട്ട കടിച്ചു കൊല്ലട്ടെ. കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഓ, അവളുടെ നാമൂസ് കണ്ടാ? സുന്ദരി, ഈ ആമ്പൽ പൊയ്കയിൽ കുളിച്ചാൽ എന്താ? എന്റെ പേര് തുന്നരിന്നല്ല. തുന്നരിയോ? ബുദ്ധൂസേ, സുന്ദരി എന്ന് പറയേ. അതെ, പേരെന്താ? കുഞ്ഞിപ്പാത്തുമ്മ. ഹ, എന്ത് മനോഹരമായ പേര്. ആ, ഈ ആമ്പൽ പൊയ്കയിൽ കുളിച്ചാൽ എന്താ? കന്നട്ട കടിച്ചും. സ്ത്രീയട്ടെയോ പുരുഷത്തെയോ? കെട്ടിയോനും കെട്ടിയോളും ഉണ്ടായിരുന്നു. ഞമ്മളൊരിക്കൽ കുളിച്ചാൻ ഇറങ്ങിയപ്പോ ഒരു വണ്ണം കുറഞ്ഞ കറുത്ത സാധനം എന്റെ അടുത്തേക്ക് വന്ന്. പടശോനെ, കന്നട്ട. ഞമ്മള് കരക്ക് കയറി. തൊടയിൽ എന്തോ കടിച്ച്. എന്നെ കടിച്ചു കൊല്ലണേ, ഓടിവായോ, എല്ലാരും ഓടിവായോ എന്നും പറഞ്ഞ് നിലവിളിച്ചോടാൻ തോന്നി. എന്നിട്ട് എന്തോ ഓടിയില്ല. ഞമ്മള് കുപ്പായം മുണ്ടും എടുത്തായിരുന്നില്ല. എന്നിട്ട് ഇബ്ലീസേ എന്റെ ചോര മുയോനും കുടിച്ച്. ഞാൻ ചീത്ത പറഞ്ഞ് അട്ടേനെ എന്നിട്ട് പൊയ്കയില് തട്ടിയിട്ട് അതിനെ ബെരാല് പെട്ടി പീങ്ങി. ഞാനായിരുന്നെങ്കിൽ നിലവിളിച്ച ആളുകളെ വരുത്തുമായിരുന്നു. ആ, ബാളംപുളി വേണ? ആ, ഒരു നുണുങ്ങ കഷ്ണം തരും. എത്ര വയസ്സുണ്ട്? 17. നിക്ക് ഉമ്മ പറഞ്ഞത് 22. ബാപ്പ പറയണതോ? എന്താ ബുദ്ധൂസ് ഒന്നും മിണ്ടാത്ത? എന്തിനെന്നെ ബുദ്ധൂസ് എന്ന് വിളിച്ചത്? ബുദ്ധൂസേ അങ്ങനെ അല്ല പറയേണ്ടത്. എന്നെ എന്തിനാ ബുദ്ധൂസേന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കണം. ഇന്നിപ്പോ എന്റെ ഇക്കാക്ക എന്നെ കള്ള ബുദ്ധൂസേന്ന് വിളിക്കാം. പിന്നെ ഇക്കാക്ക ലുട്ടാപ്പിന്ന് വിളിക്കും. ഇക്കാക്കാന്റെ പേരെന്തെന്നാ? നിസാർ അഹമ്മദ്. പെണ്ണിന്റെ പേരെന്തെന്നാ? എന്റെ പേര് ആയിഷ. നിഞ്ഞ് എന്ത് ജാതിയാ? മുസ്ലിം. യാ റബ്ബുൽ പേരെന്തെന്നാ പറഞ്ഞേ? ആയിഷ. വേണമെങ്കിൽ ആയിഷ ബീബിന്നോ ബീഗം ആയിഷന്നോ വിളിക്കാം. കോളേജിൽ എന്നെ ആയിഷ ബീബിന്നാ വിളിക്കുക എല്ലാവരും. ആയിഷ മുഹമ്മദ് നബിയുടെ വീടരുടെ പേരാണ്. റബ്ബേ, ഇത് എന്തൊരു ഇസ്ലാമിങ്ങളാണ്. ആ മുഖത്ത് മുടിയില്ലാത്ത, തലേ മുടിയില്ല ആമ്പറന്നോൻ. അതെന്റെ ബാപ്പ. പിന്നെ സാരിക്കാരില്ലേ, അതെന്റെ ഉമ്മ. ആ പോക്കുകാരൻ ഇത്തത്തെ ബാപ്പയാണോ? അതെ. രാവും പകലും കലബല ശബ്ദം ഉണ്ടാക്കുന്നത് അതെന്റെ ഉമ്മ. ആഹാ, അതെന്തിനാ ഇത്ര അധികം ഉച്ചത്തിൽ അവര് വർത്തമാനം പറയണത്? അയൽപക്കക്കാർക്ക് കിടന്ന് ഉറങ്ങാനേ സാധിക്കില്ലല്ലോ. മുസ്ലിം സ്ത്രീകൾ അടക്കവും ഒതുക്കവും ഇല്ലാതെ ഇങ്ങനെ പൊതുശല്യക്കാരിയാകുന്നത് നല്ലതാണോ? ഇത്താത്തയുടെ ഉമ്മ എന്തിനാ ഞങ്ങളുടെ മുമ്പിലുള്ള വെള്ളമില്ലാത്ത ആ ചെറിയ തോട്ടിൽ വന്ന് വെളിക്കിരിക്കണത്? അത് ഞമ്മള് രാത്രിയില് നാട്ടുവഴിയിലിരിക്കും. ഇത് പകലായിട്ടാ. അത് കൊള്ളാം. ഈ നാട്ടിലെ എല്ലാവരും ഇങ്ങനെ നാട്ടുവഴിയില്ല. അതെ. പിന്നെ ഇത്താത്ത, രാത്രി എന്ന് പറയരുത്, രാത്രി എന്ന് പറയണം. ഓ, രാത്രി. ഓ, അങ്ങനെയല്ല. ത്രീ പറയൂ. രാത്രി. രാത്രി. നീങ്ങളുടെ വീട് എവിടെ?
നിങ്ങളുടെ വീട് എവിടെയാണ് എന്നാ ചോദിക്കേണ്ടത്. ഞങ്ങൾക്ക് പട്ടണത്തിൽ ഒരു വീടുണ്ട്. ഓടുമേഞ്ഞ ഒരു 2 നില മാളിക. വീട്ടിലെ ഓരോ മുറിയിലും ഇലക്ട്രിക് വിളക്കുകളുണ്ട്. പിന്നെ റേഡിയോ ഉണ്ട്. അതെന്താ? അതൊരു പെട്ടിയാ. അതിലൂടെ ഒരുപാട് രാജ്യങ്ങളിലെ പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെ കേൾക്കാം. മക്കത്തുനിന്ന് കേക്കുവോ? പിന്നെ നിങ്ങളുടെ വീട്ടിൽ ബാളംപുളി ഉണ്ടാ? അതില്ല. പിന്നെന്താ? ബാളംപുളി അല്ലേ പ്രധാനം. കള്ളബുദ്ധേസേ, നിങ്ങക്ക് ആന ഉണ്ടാർന്ന്? ഇല്ല. നിന്റെ പൂപ്പാക്ക ഒരു ആന ഉണ്ടാർന്ന്, വലിയൊരു കൊമ്പനാന. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. അതില് സാമാനങ്ങൾ കയറ്റി കൊണ്ടുപോയി വീടുകളിലും കടകളിലും ഒക്കെ കൊടുക്കും. ആ വണ്ടി കൊണ്ട് എന്റെ ബാപ്പായെ എമ്മ വരെ പഠിപ്പിച്ചു. എന്നിട്ട് ഇത്താത്ത, നിങ്ങളുടെ ആ വലിയ കൊമ്പനാന എവിടെ? അത് ചത്ത്. ഞങ്ങക്ക് ഒത്തിരി മുതലുണ്ടാർന്ന്. എന്നിട്ടിപ്പോ ഇതൊക്കെ എവിടെ പോയി? ബാപ്പയ്ക്ക് എന്താ ജോലി? കച്ചവടം. എന്ത് കച്ചവടം? കണ്ടതും കടിയതും. ആട്ടെ, ബാപ്പയുടെ പേരെന്താ? വട്ടനടിമ. ഉമ്മയുടെ പേരോ? കുഞ്ഞിത്താച്ചുമ്മ. ഇത്താത്ത, എന്റെ ബാപ്പ കോളേജ് പ്രൊഫസറാ. ആഹാ. പേര് സൈനുൽ ആബിദിൻ. ഓ. ഉമ്മയുടെ പേര് ഹാജറ ബേബി. ഇക്കാക്കയുടെ പേര് നിസാർ അഹമ്മദ്. എന്റെ കാക്ക കവിയാ. അതെന്താണ്? കവിത എഴുതുന്നത് ഭൂമിയിലാ. മരങ്ങളും പൂക്കളും കായ്കളും കിഴങ്ങുകളും ഒക്കെ ആയിത്തീരും ഈ കാക്കയുടെ കവിതകള്. വലിയ വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള ഒരു ഭയങ്കര മനുഷ്യനാ എന്റെ ഇക്കാക്ക. തുട്ടാപ്പീന്റെ കാക്ക എന്ന് വരും? നാളെ മറ്റന്നാളോ. ഏതായാലും താത്തയുടെ ഉമ്മയോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ മൂക്കിന്റെ തൊട്ടടുത്ത് വന്നിരുന്ന് വെളിക്കിറങ്ങരുതെന്ന്. ഈ കാക്ക വന്നാ വലിയ വഴക്കുണ്ടാക്കും. പടച്ചോനെ, തുട്ടാപ്പീന്റെ കന പരത്തല്ലേ, വന്നാ വഴക്കുണ്ടാക്കും. ഇത്താത്തയുടെ വിവാഹം കഴിഞ്ഞോ? എന്റെ വിഭാഗം കഴിഞ്ഞില്ല. തുട്ടാപ്പീന്റെ അത് കഴിഞ്ഞോ? കള്ള ബുദ്ധൂസേ, ലുട്ടാപ്പി എന്ന് പറയണം. എന്റെ ഇക്കാക്കയുടെ കല്യാണത്തിന് ശേഷം ഉണ്ടാവൂ അത്. കല്യാണം കഴിക്കണ പെണ്ണിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവണത്രേ. എന്തൊക്കെയാണ്? ക്ഷൗരം ചെയ്യാൻ പഠിച്ചിരിക്കണം, ഡാൻസ് ചെയ്യാൻ അറിയണം, ദുനിയാവിലുള്ള എല്ലാ തീറ്റകൂടി സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയണം, പിന്നെ കൃഷിക്കാരെ അറിയണം. ഈ താത്തക്ക് കേക്കണം. ഒരു ദിവസം രാത്രി ഇക്കാക്ക ചാരുകസേരി വായിച്ചു കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈ മേശവലിപ്പിന്റെ ഒരു വശത്തിരുന്നായിരുന്നു. ഞാനത് കണ്ടില്ല. ഞാനത് അങ്ങോട്ട് വലിച്ചടച്ചു. പടച്ചോനെ. ഇക്കാക്കയുടെ ഇടത്ത് കൈയുടെ ചെറുവിരലേ ഞെരിഞ്ഞമർന്നുപോയി. റബ്ബേ. എന്നിട്ട് ഇക്കാക്ക അനങ്ങിയില്ല. എന്നോട് മീശ വെട്ടണ ചെറിയ കത്രി കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കാക്ക കത്രി കൊണ്ട് ചതഞ്ഞു പോയ വിരലിങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. റബൂലമീനായ തമ്പുരാനേ. ഇത്താത്ത, ഞാൻ പോണു. എന്റെ കൂടെ പോയിരുന്നോ? എവിടെ? ഞങ്ങളുടെ വീട്ടിലേക്ക്. ഞാൻ അമ്മാട് ചോദിച്ചിട്ട് വരാം. ഉമ്മ, അവിടെ താമസിക്കണവരേ ഇസ്ലാമിങ്ങളാ. ഞാൻ അവിടുന്ന് പോട്ടെ? പോടി കയറാൻ പറഞ്ഞോളെ. ഇസ്ലാമിങ്ങള് അവര് കാഫിറുങ്ങളാ. അല്ലുമ്മ, ഇസ്ലാമിങ്ങളാ. നോയിക്കേ, അവിടുത്തെ ആയിഷ ഞമ്മടെ പുളിഞ്ചോട്ടി നിപ്പുണ്ട്. ഞാൻ കണ്ട്. മയ്യദീനെ ബദരീങ്ങളെ, അത് ഇസ്ലാമാ? അതെമ്മ, പതുക്കെ പറ. ഞാനൊന്ന് പോട്ടെ അവര് താമസിക്കുന്നിടത്ത്. നീ ഞമ്മടെ അതിർത്തിന്ന് വെളി പോയാ നീ ഇന്റെ മോളല്ല. അതുപോയി പോയിക്കോണം. ആയിഷ, ഞാൻ നാളെ വരാം. ഇന്ന് ഉമ്മിണി ജോലിയുണ്ട്. നാളെ ഞാൻ വരുമ്പോ പൈത്ത ബാളംപുളിയും കൊണ്ടുവരാം. എന്താ പടച്ചോനെ, തൊട്ടാപ്പീന്റെ കാനെ ബർത്തരുതെന്നല്ലേ ഞമ്മള് പ്രാർത്ഥിച്ചത്? എന്റെ പടച്ചോനെ, തൊട്ടാപ്പീന്റെ കാക്ക. കുഞ്ഞിപ്പാത്തുമ്മ, അവര് ഇസ്ലാമിങ്ങളല്ല. ആനമക്കാരന്റെ പുന്നാര മോളാ പറയണ്. അതെമ്മ, ക്യാമം അടുത്തതിന്റെ അടയാളം കണ്ട ആ പെമ്പർ നോത്തി തലേ പൂ വെച്ചിരിക്കണെന്നേ, അത് ഇസ്ലാമിന് ചേർന്നതാണ്. പിന്നെ ആ പെങ്കുച്ചിന്റെ കോലം കണ്ട, മുടിയെ 2 ബാലാക്കി തോളിക്കൂടെ നെഞ്ചത്തിട്ടിരിക്കണ്. അവക്ക് കിറുക്കുണ്ട്. ഓടും ചാടും പാട്ടും പാടും.
ഗുത്തിനി ഹാലിട്ടലിത്താപ്പോ സഞ്ജിനി ബാലിക്കലുട്ടാപ്പി ഹാലിത്ത മാണിക്കലിഞ്ചല്ലോ സങ്കരബാഹിന തൂലിപ്പി ഹുഞ്ചിനി ഹീലത്ത ഹുത്താലോ ഹാനത്തലക്കിടി ജിംബാലോ. അമീൻ, ഇത് ബെയ്ത്ത് പാട്ടോ കെസ് പാട്ടാ? അല്ല, എന്റെ ഇക്കാക്ക എഴുതി തന്നതാ. കോളേജിലെ പെൺകുട്ടികൾക്ക് ഘോഷയാത്രയിൽ പാടാൻ. തൊട്ടാപ്പി പാടിയപ്പോ ഞാൻ ആമീൻ പിടിച്ച്. ഞാൻ കണ്ട്. ആമീൻ പിടിച്ചത് ദോഷണ്ടാ? കള്ള ബുദ്ധൂസേ, ഗുണമില്ലാതെ യാതൊരു ദോഷവും ഇല്ല. പാട്ട് തെറ്റിയാലേ എന്റെ ഇക്കാക്ക എന്നെ തല്ലും. പാട്ട് തെറ്റിയാല് ഇക്കാക്ക എങ്ങനെ അറിയും? ഇക്കാക്ക വന്നാലുടനെ എന്നെ വിളിക്കും. ലുട്ടാപ്പി ഇവിടെ വരൂ, ഈ വരക്കകത്ത് നിക്ക്. ഞാനപ്പ വരക്കകത്ത് നിക്കട്ട. ഇക്കാക്ക അപ്പ പറയും പാടൂ. പാടിയില്ലെങ്കിൽ എന്നെ അറുത്ത് 2000 കഷ്ണാക്കും. അതിനുശേഷം 2000 കിളികൾക്ക് കൊടുക്കുന്ന. അതോ? എന്നിട്ട് ആ കിളികളെ എല്ലാം വെടിവെച്ചു കൊല്ലും. എന്നിട്ടോ അതിനെല്ലാം പൊരിച്ചു തിന്നും. അയ്യേ, അറുത്ത് തിന്നണ്ടേ? ഓ എന്റെ ബുദ്ധൂസേ, എന്നെ പോലുള്ള ഒരു നല്ല പെണ്ണിനെ കൊന്നിട്ടുള്ള കാര്യമായി പറയണത്. അത് ശരി. ആ അതിരിക്കട്ടെ. ഇത്താത്ത എന്താ എഴുത്തും വായനയും പഠിപ്പിക്കാഞ്ഞത്? നിങ്ങൾക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നല്ലോ. എഴുത്ത് പഠിച്ച കാഫിറാകുന്ന അമ്മ പറയണത്. അത് ശരിയല്ല. നോക്ക്, വായിച്ച അറിവുണ്ടാകും. അറിവില്ലാത്തവർ ഹമുക്കുങ്ങളാ. എങ്കിലും കാഫിറിനോട് മാറി കാണിക്കണ്ടേ? അത് നേരാ. ആദ്യം മുന്നം അള്ളാഹ് പഠിച്ചത് ആരെയാണ്? അതെനിക്ക് അറിഞ്ഞൂടാ. മനുഷ്യരിലാണെങ്കിൽ ആദം നബിയെയും ഹവ്വ ബീബിയെയും. ഖുറാനിലെ ആദ്യത്തെ വാക്ക് വായിക്കുക എന്നാണ്. മുസ്ലിമായി ജീവിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. പക, ക്രൂരത ഇതൊക്കെ ഒഴിവാക്കണം. നന്മയോടാണ് മാറ് കാണിക്കേണ്ടത്. കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. ഇനിയും വല്ല സംശയമുണ്ടോ ബുദ്ധൂസിന്? തുട്ടാപ്പി, ഇസ്ലാമിന് പൂ കണ്ണും മൂക്കും ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ പൂക്കള്. മണപ്പിക്കുകയും ചെയ്യാം, തലയിൽ ചൂടുകയും ചെയ്യാം. എന്റെ ലുട്ടാപ്പി, ആ ചെടി അവിടെ നട്. കുറച്ചുകൂടെ മണ്ണ് ഇളക്കിയിട്. മണ്ണ് നല്ലോണം കൂടിയിട്. എന്താ ഈ കാണിക്കുന്നത്? കുറച്ച് വെള്ളം ഒഴിക്കേ. എന്താടി തെക്കേലൊരു ബഹളം? നന്നായിട്ട് അമർത്ത്. അവിടുത്തെ കാക്ക ഒരുപാട് ചെടികളായിട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാരും കൂടി അതാ നടന്നതിന്റെ ഒച്ചയാ. ഓ, അവർക്ക് പിരാന്ത്. ഞാൻ നമ്മുടെ പറമ്പൊക്കെ അടിച്ചു വാരി തീയിടട്ടെ. എന്താടി അനക്കിപ്പ ഹാലിളക്കം? ഞാനിപ്പ വരാ. തുട്ടാപ്പിന്റെ ഇക്കാക്ക ആദ്യമായി കണ്ടപ്പോ ചോദിച്ചത് കയ്യില് മുറിവ് ഉണങ്ങിയോന്നാ. എന്നാലും എന്നെ ഓർക്കണുണ്ടല്ല. പുല്ല് പറിക്കണ മാതിരി ഇവിടെ ഇരുന്ന് അവര് നടണത് നോക്കാം. ഓയ്, ഏയ്, ഒന്ന് പറയട്ടെ. എന്നോടാ? നിങ്ങളോടന്നെ. ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കക്കൂസിരിക്കുന്നത് ശരിയല്ല. നാറിയില്ലേ? നീ ആരോടാ സംസാരിക്കണേന്ന് അറിയോ? ഇങ്ങട് പോര്. നീ നമ്മളെ എന്ത് ചെയ്യും? പെണ്ണുങ്ങളുടെ പുറത്ത് മെക്കെട്ട് കയറാൻ വരിക? ഓ ഉമ്മ, ഇങ്ങട് പോര്. സംഭവം കിടത്തൂല മയ്യതീനെ, കിടത്തൂല. എന്തോ ഒളിഞ്ഞു നോക്കി. ഞമ്മള് തോട്ടിയിരുന്നപ്പോ വന്ന് ഒളിഞ്ഞു നോക്കി. മയ്യതീനെ കിടത്തൂല. അവൻ ഈ ബാക്കറ്റോട് കയറ്റ് ഞാൻ വെട്ടും. ഏമനത് അങ്ങേതി വന്ന് താമസിക്കണ ശൊങ്കൻ ദേ ഇങ്ങോട്ട് വരണുണ്ട് അവൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞങ്ങള് നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്നവരാണ്. വാപ്പയും ഉമ്മയും എന്റെ സഹോദരിയും ഞാനും ഉണ്ട്. തമ്പുരാനെ, നിങ്ങൾ ഇസ്ലാമാണ്? അതെ. എന്ത് ഇസ്ലാം? മതസംബന്ധമായ കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം. എന്താണെങ്കിലും ഞങ്ങളുടെ മൂക്കിന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നാ ഒളിഞ്ഞു നോക്കുവോ നിങ്ങള്? എന്താ ഉമ്മ പറഞ്ഞത്? പറഞ്ഞോളെ, എന്റെ മാനം രക്ഷിക്ക്. ഞമ്മളെന്റെ ഉമ്മയാ, ആനമക്കാരന്റെ പുന്നാര മോള്. ഉമ്മ നോണയാണ് പറയണത്. ഹറാം പറഞ്ഞത് മയ്യതീന്. ഞാൻ ഓളെ പെറ്റല്ല. എന്റെ കുഞ്ചുപാത്ത് വിളിച്ചേ. എനിക്ക് കള്ളസാക്ഷി പറയാൻ കഴിയൂല.
ഉമ്മ നോണയാണ് പറയണത്. കുഞ്ഞിപ്പാത്തുമ്മ, എന്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്നാലും നിക്ക് കള്ളസാച്ചി പറയാൻ കഴിയൂല. എന്താ ചെയ്തിട്ട് പറയന്റെ കുഞ്ഞിപ്പാത്തു? ബാപ്പ, ഉമ്മ നോണയാണ് പറയണത്. അവിടെ പറമ്പിൽ നിന്നോണ്ട് ഹോയ് എന്ന് വിളിച്ച്, എന്നിട്ട് ഞങ്ങളുടെ മൂക്കിന്റെ അടുത്ത് വന്നിരുന്ന് വെളിക്കിറങ്ങുന്നത് ശരിയാണോന്ന് ചോദിച്ച് അതിന് ഉമ്മ ബഹളം ഉണ്ടാക്കുക. അത്ര ഉണ്ടായുള്ളു. വയ്യതിന് എനിക്കാരുമില്ല. കൊന്നേക്ക് വയ്യതിന്. കഴുത്ത് കണ്ടിച്ചോ ബദരീങ്ങളെ, കഴുത്ത് കണ്ടിച്ചോ? ഇക്കാരുല്ലോ. എന്റെ മോനേജ് പറയണേ, ഞങ്ങള് പാവങ്ങളാണ്, ഇപ്പൊ എന്തപ്പ ചെയ്യാ? ഞങ്ങളും പാവങ്ങളാണ്. ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലമൊന്നുമില്ല. പട്ടണത്തിൽ ഞങ്ങൾ താമസിക്കുന്നത് വാടകയ്ക്കാണ്. ഇപ്പോ ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങി. എനിക്ക് കൃഷിയിലാണ് താല്പര്യം. നമ്മൾ സാമതിക്കണ ഈ പൊരയും പറമ്പുണ്ടല്ലോ മോനെ, നമ്മുടെ സ്വന്താണ്. എന്നാല് നമ്മൾ ഒരു ഭയം കാണില്ല. നോക്ക്, ഇജ്ജ് നോക്കണോ, ഈ പറമ്പിൽ വല്ല മോറയും തോറയും ഉണ്ടോ? ഇന്നാട്ടിൽ അധികം മനുഷ്യരും സന്ധ്യ കഴിഞ്ഞാൽ കക്കൂസിയെ പോണത് എന്തേ കാരണം എന്നറിയോ? നാട്ടുബയിലിരിക്കാൻ. നമ്മുടെ കെട്ടിയോളും മോളും കക്കൂസിയെ പോണത് എന്താന്ന് വെച്ചാല് നമ്മളൊരു സ്ഥിതിയിലൊക്കെ കഴിഞ്ഞോരാ മോനെ. കാര്യം എന്തായാലും നാട്ടുവഴി മനുഷ്യർക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ളതല്ലല്ലോ, നടക്കാനുള്ളതാണ്. വൃത്തികേടാക്കരുത്, ദയവായി നാറ്റരുത്. പിന്നെ നമ്മളെ പോലത്തെ മനുഷ്യർ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാമോ? ഒരു 5-8 പത്തലും കുറെ കയറും ഒരു മൺവെട്ടിയും കുറച്ച് ഓലയും ഉണ്ടാക്കാമോ? അതിന് ബസമല്ല. എന്നാ നമുക്കൊരു കക്കൂസ് ഉണ്ടാക്കാം. ഏതായാലും അതൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കൂ. എന്താ ശരി. നീ എന്റെ മോളല്ല, അന്ന ഞാൻ പെറ്റതല്ല. ഓറാൻ പറഞ്ഞതേ അന്റെ ബായിലെന്താ? നിനക്കെന്നോട് മുണ്ടിയാലെന്താ? കയ്യെ വള ഊരി പോവോ? എന്റെ കയ്യില് വളയൊന്നുമില്ല. എന്നാൽ എന്റെ പുന്നാരുമ്മയാണോ വലുത്, അവനാണ്? ഇപ്പൊ ചെമ്മനടിമയുടെ മൂച്ചൊക്കെ എവിടെ പോയി? ഇപ്പൊ കണ്ട, അവന്റെ 2 പയക്കം കേട്ടപ്പോ ചെമ്മേനടിമ സുക്കൂത്തു പാടി. ഓലയും പത്തലും എന്തിനാ? കബർ വരെ കെട്ടാനാ? നീ അവന് വേണ്ടി സാക്ഷി പറഞ്ഞെന്തിനാ? അന്റെ പുന്നാര ഉമ്മാടെ മാനം രക്ഷിക്കാൻ പാടില്ലായിരുന്നാ? ഇച്ച് കള്ളസാച്ചി പറയാൻ കഴിയേല. എന്താടി പറഞ്ഞാല് അന്റെ കൈത്തലെ മാല ഊരി പോവോ? നിന്റെ കൈത്തില് മാലയൊന്നുമില്ല. പിന്നെ എന്താ അറിഞ്ഞടി പറഞ്ഞാല്? ബാപ്പ ബാക്കത്തി കൊണ്ട് കൈത്ത് വെട്ടി അരിഞ്ഞെങ്കിലാ ഞമ്മക്കെന്താ? അവൻ ചാവും. ബാപ്പാരെ പോലീസുകാര് പിടിച്ചോണ്ടോ ഈ തല്ലി കൊന്നിരുന്നെങ്കിലാ? പഠിച്ചോനെ, നേരെ അറിഞ്ഞ് എന്റെ പുന്നാര മോള്, നീ നമ്മടെ കുടുംബം രക്ഷിച്ചു. എന്റെ മോക്കെന്താ കൊറേ ദിവസമായിട്ട് ചെയ്യണം? ഉമ്മ, നിന്റെ കരളിൽ ഒരു വേദന അമ്മ. പഠിച്ചോനെ, വല്ല ഇവരിത്തോ ജിന്നോ മോക്ക് കൂടിയോ? കുഞ്ഞിപ്പാത്തുമ്മ, ബാപ്പയും അഹിമദും ഈ വെയിലത്ത് നല്ല പണിയാണല്ലോ. അഹിമദല്ലമ്മ, നിസാർ അഹമ്മദ്. കുഞ്ഞിപ്പാത്തോ, ചെറിയ വെള്ളം കിട്ടുകൊണ്ടെന്നാ. തൊട്ടാപ്പിന്റെ കാക്കൊക്കെ കുടിക്കാനാകും. ഗ്ലാസ് സോപ്പിട്ട് കൈകട്ടെ. ബാപ്പ, ഇതാ വെള്ളം. അങ്ങോട്ടാ, ഞാൻ കൊടുത്തോളാം. പാടച്ചോനെ, സോപ്പിട്ട് കൈകിയത് എത്ര നന്നായി. ഗ്ലാസ് മണപ്പിച്ച് നോക്കണുണ്ട്. കക്കൂസ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നാ തോന്നണ്. ദേ, ബാപ്പി അഹിമദും വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ എന്റെ കുഞ്ഞയ്മതേ, ഞമ്മക്കിത് നേരത്തെ തോന്നിയില്ലടോ. ഇങ്ങനെല്ലാം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നാറാതെ നടക്കാറുണ്ട് മോനെ. പിന്നെ കിയാമടുത്ത് വരില്ലടോ. ജനങ്ങൾ ഇത്ര അഹങ്കാരികളും ദുഷ്ടന്മാരായി തീരാൻ കാരണം എന്തെന്റെ കുഞ്ഞയ്മതേ? അതെനിക്കറിഞ്ഞുകൂടാ. ജനങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അഹങ്കാരികളും ദുഷ്ടന്മാരുമായി തീരുന്നത്. അസൂയും പകയും ഒക്കെ എല്ലാവർക്കും ഇല്ലല്ലോ. നല്ല വഴിക്ക് തിരിച്ചുവിടാൻ ആള് വേണം. പിന്നെ മറ്റുള്ളവർ ചീത്തയാണെന്നുള്ള വിചാരം കളഞ്ഞിട്ട് നന്നാക്കാൻ ശ്രമിക്കണം. അയ്മതേ, ഈ കാടൊക്കെ എന്തിനാ വെച്ച് പിടിപ്പിക്കണത്? അതൊന്നും കാടല്ലമ്മ. 2-3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കൊക്കെ നല്ല മാമ്പഴം, പേരക്ക, കൈതച്ചക്ക, സപ്പോട്ട എല്ലാം തരാം. അയ്മദിന്റെ ഉമ്മ എന്താ ഇങ്ങോട്ട് വരാത്തത്? ഉമ്മക്ക് പേടിയാണ്. ഇന്നാളത്തെ ആ വഴക്കിന് ശേഷേ. കള്ള ബുദ്ധൂസേ,
എന്താ ഈ കഴുത്തി കെട്ടി തൂക്കി നടക്കണത്? ഇത് മുസ്ലിയാര് മന്ത്രിച്ചു തന്ന ഏലസാ. ഓഹോ, ഞാൻ വിചാരിച്ചു സൂട്ട് കേസാണെന്ന്. ഇത് കെട്ടിയാല് എല്ലാ സൂക്കടും മാറും. ഇതിനേക്കാളും വലുത് ഞങ്ങളുടെ ഉണ്ട്. ഈ കാക്കന്റെ വലിയ സൂട്ട് കേസ്. അത് കഴുത്തി കെട്ടി തൂക്കി നടന്ന ഏത് ശൈത്താനും ജിന്നും ഒക്കെ പോവും. കള്ള ബുദ്ധൂസേ, മിണ്ടാണ്ടിരി. എന്റെ താത്തയ്ക്ക് എന്ത് പറ്റി? എന്റെ കരളിലൊരു വേദന. ആഹാ, ഞാൻ പോണേ. തൊട്ടാപ്പിന്റെ ഇക്കാക്കാനെ കാണുമ്പോ കരളിലൊരിത്. എപ്പോഴും കാണുന്നുണ്ട്. ഉപ്പ് മേടിക്കാൻ പോയാലോ? അല്ല വേണ്ട, തീ ചോദിക്കാൻ പോയാലോ? എന്നാലും കാണാൻ പറ്റൂല. ചെടികൾക്ക് നനയ്ക്കാവും. എന്തെങ്കിലും വായിച്ചാവും. ഓ, എന്താണ് ഇത്ര വായിച്ചണത്? എന്തായാലും തീ വാങ്ങാൻ പോവെന്നെ. തൊട്ടാപ്പീനെ കാണില്ല. തൊട്ടാപ്പീന്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് തീ വാങ്ങി പോകാം. ഓയ് കുഞ്ഞിപ്പാത്തുമ്മ, എനിക്ക് ശകലം തീ വേണം. ഈ സിഗരറ്റ് ഒന്ന് വലിക്കാനാ. എവിടെ? ആ ഹോ, കുഞ്ഞിപ്പാത്തുമ്മ, നമ്മുടെ ആ കുരുവിയില്ലേ, ആ കുരുവി അതെന്റെ അടുത്ത് വന്ന് കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് സുഖാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏതോ ഇഫിരീത്തിനെ ഓടിക്കാൻ അവളൊരു സ്യൂട്ട് കേസും കഴുത്തിൽ കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുകയാണ് എന്ന്. ഓ, തീതാ. കുഞ്ഞിപ്പാത്തുമ്മ, നിനക്ക് എന്ത് പറ്റി? എന്റെ കരളില് വേദന. അതിന് അത് കഴുത്ത് കെട്ടിയാ മാറുവോ? തീതാ, നീ എഴുത്ത് പഠിച്ചിട്ടില്ലേ? എന്നെ പഠിപ്പിച്ചില്ല. ആ, എന്നാ നാളെ മുതൽ ആയിഷയോട് പഠിപ്പിക്കാൻ പറയണം. പറയോ? തൊട്ടാപ്പി എന്നെ കളിപ്പിച്ചു. ലുട്ടാപ്പി നിന്നെ കളിപ്പിച്ചാൽ ഞാൻ അവളെ 2000 കഷ്ണമാക്കി. അയ്യോ, വേണ്ട വേണ്ട. തൊട്ടാപ്പിനെ ഒന്നും ചെയ്യണ്ട. തീതാ. ഓ, എന്നാ പിന്നെ ലുട്ടാപ്പിയോട് ഞാൻ പറയാട്ടോ. ആ, കള്ള ബുദ്ധൂസേ, നമുക്ക് ആ പുള്ളിഞ്ചോട്ടിലിരിക്കാം. ആ ദേ, ഞാൻ ഇപ്പൊ വരച്ച ഈ വരക്കകത്ത് നിൽക്കും. എന്തിനാ തൊട്ടാപ്പി? വലത്ത് കൈങ്ങ് നീട്ട്. എന്തിനാ? ഇനി തല്ലാനാ? നീട്ട്. ഈ പുസ്തകവും പെൻസിലും പിടിക്കും. ഇന്ന് മുതൽ ഞാൻ ബുദ്ധൂസിന്റെ ടീച്ചറാണ്. ഓ, ആ, പഠിപ്പിക്കുന്നതിന് മുമ്പ് കള്ള ബുദ്ധൂസിന്റെ മനസ്സിലതൊക്കെ എന്നോട് തുറന്ന് പറയണം. കള്ള ബുദ്ധൂസ് ഇക്കാക്ക തമ്മിൽ എന്താണ്? ഒന്ന് മിണ്ടാണ്ടിരി തൊട്ടാപ്പി. തുറന്നു പറയുന്നോ അടി കിട്ടണോ? കൊള്ള ബുദ്ധൂസിനെ അറുത്ത് ഞാൻ 4000 കഷ്ണാക്കും. പറയേ. ഒന്ന് പോ തൊട്ടാപ്പി. പറയണ്ടി താത്ത. എന്താണ്? എന്റെ കൈയും താത്തയുമായി എന്താണ് ബന്ധം? ഈ ഒന്ന് മിണ്ടാണ്ടിരിന്റെ തൊട്ടാപ്പി. ആട്ടെ, താത്തയ്ക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? അറിയാൻ പാടില്ല. ആ, ക്ഷൗരം, അലക്ക്, പാചകവിദ്യ, ചിത്രമെഴുത്ത്, ഇതിലേതെങ്കിലും ഒന്ന് അറിയാമോ? ഈ ഒന്ന് മിണ്ടാണ്ടിരിന്റെ തൊട്ടാപ്പി. അറിയാൻ പാടില്ല. തൊട്ടാപ്പിക്ക് എന്നെ പഠിപ്പിച്ചാലെന്താ? എന്നാ കേട്ടോ, പുരുഷന്മാരെ പോലെ കള്ള ബുദ്ധൂസുകൾ ഈ ദുനിയാവിൽ വേറെ ഇല്ല. അയ്യേ, മിണ്ടാണ്ടിരി. അങ്ങനെ പറയല്ലേ തൊട്ടാപ്പി. നോയിക്കേ, ഒരു ഈച്ചേനെ എറുമ്പ് കൊണ്ടോണുണ്ടോ? ഇപ്പൊ ഷജ്രത്ത് മുന്താഹയുടെ ഒരു കൊച്ചല വീണ് കാണും. ആ, അതൊക്കെ പോട്ടെ. താത്തയ്ക്ക് എഴുത്ത് പഠിക്കണോ? പഠിക്കണം. പഠിച്ചണമെന്നല്ല, പഠിക്കണം. പഠിക്കണം. ശരി, എന്നാ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. എന്റെ ഇക്കാക്കെ എപ്പോ പരിചയപ്പെട്ടു? എന്നെ എഴുത്ത് പഠിപ്പീര് തൊട്ടാപ്പി. ഇത്താത്ത, ഞാനായിട്ടല്ലേ ആദ്യമായിട്ട് ഇഷ്ടായത്? അല്ല. എന്നാ അത് പറയൂ. ഞമ്മള് കുളിച്ചാൻ വന്നത് നിങ്ങടെ കിണറ്റിൻ കരയുന്നേ. തൊട്ടാപ്പിയും മറ്റും വരണേന് മുമ്പ്. അതെയോ? ആ, ഒരു ദിവസം കെട്ടിയോൻ കുരുവി കെട്ടിയോളു കുരുവിനെ കൊത്തിക്കൊല്ലാൻ പോയി. അപ്പൊ കെട്ടിയോളു കുരുവി തോട്ടി വീണ്. അതിനെ നോക്കാൻ പോയപ്പോ ഞാനും തോട്ടി വീണ്. അയ്യോ, എന്റെ കൈയും മറ്റും കുത്തി കീറി ഒത്തിരി ചോര വന്ന് ഞാൻ കുറച്ച് ചോര കെട്ടിയോളു കുരുവിക്ക് കൊടുത്ത്. അതിന്റെ വയറ്റി
2 മുട്ട ഉണ്ടായിരുന്നു. അതെയാ? അപ്പൊ തുട്ടാപ്പീന്റെ ഇക്കാക്ക അവിടെ ഉണ്ടായിരുന്നു. ആഹാ. എന്നിട്ട് തോട്ടി ഇറങ്ങി വന്ന് എന്റെ കയ്യുമ്പ വെച്ച് കെട്ടി. എന്നെ തോട്ടിന്ന് കരയെ കയറ്റി. കുളിച്ചുമ്പോ നനയ്ക്കരുതെന്നും പറഞ്ഞ്. എന്നിട്ട് കുരുവിയോ? പറന്ന് അതിന്റെ വീട്ടിൽ പോയി. ഓ ഓ ഓ, ഇതാണല്ലേ കുഞ്ഞിപ്പാത്തുമ്മ ചെയ്ത അത്ഭുത കൃത്യം. ഇതാണല്ലേ? മനസ്സിലായി. ഒന്നുമില്ല. ആണുങ്ങൾ എന്ന് പറയുന്ന കള്ള ബുദ്ധൂസുകളെ പറ്റി ഒന്നും പറയാനില്ല. മിണ്ടാണ്ടിരി തുട്ടാപ്പി, അങ്ങനെ പറയാമോ? ഇത്താത്ത പെണ്ണത്തല്ലോ അല്ലേ? അതിനെനിക്ക് വിധിയുണ്ടെന്നാ തോന്നുന്നു. എന്താണ് തുട്ടാപ്പി? ഞാൻ പഠിപ്പിക്കാൻ പോണു. താത്ത ശ്രദ്ധിക്കണം. ഞാൻ ഈ എഴുതിയ അക്ഷരമാണ് ബ. ബ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പറയൂ. ബയി. യോ എന്റെ ബുദ്ധുസേ, വഴി എന്ന് പറയണം, വഴിയല്ല. വൈ. അപ്പൊ അതില് ബ ഉണ്ടോ? ഇല്ല. എന്നാ ഒന്ന് ആലോചിച്ചു പറയൂ. വൈതനങ്ങ. വഴുതനങ്ങ അല്ല ഇത്താത്ത, വഴുതനങ്ങ എന്ന് പറയൂ. വഴുതനങ്ങ. പിന്നെ ഇത്താത്തോട് ഒരു കാര്യം ചോദിക്കാൻ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യ? ആ കുരുവിയുടെ സൂക്കേട് മാറിയോന്ന്. അത് പറഞ്ഞപ്പോ എന്താ ഇത്താത്തയുടെ മുഖം ചുമക്കണേ? പിന്നെ ഇത്താത്തയുടെ ഈ മുടിയൊക്കെ കെട്ടി പൂ വെച്ചു കൊടുക്കാനും ഉമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ പറയണത് അങ്ങനെ മുടി കോതിയ കാപ്രിച്ചിയായി പോകുന്ന ഒന്നുമില്ല. ഞാൻ ഇത്താത്തയുടെ മുടി ചീകി തരാം. ദേ, ഞാൻ കൊണ്ടുവന്ന ഈ പൂക്കളുണ്ടല്ലോ, ഇതും വെച്ച് തരാം. തലയിൽ ഇബിലീസ് കേറുവോ? ചെന്നാ കുരുവിയോട് ചോദിക്ക്. പോ തുട്ടാപ്പി, ഞാൻ പോണ്. ഇങ്ങടെ വാ, നോക്കട്ടെ, ഞാൻ ശരിയാക്കി തരാം. ഈ പൂ എങ്ങനെ ഇരിക്കട്ടെ ഏട്ടാ. ഇനി പൊക്കോ. എന്നെ ഒന്ന് നോക്കിയേ. എന്താടി അറാൻ പറഞ്ഞോളെ ഈ കാട്ടിയെ? അന്റെ തലയിൽ എന്താ? അവര് കാണിക്കണ പോലെ ഇജ്ജ് കാണിക്കണ്ട. ആ പെങ്കൊച്ചിന്റെ ഉപ്പൂപ്പേ കാളവണ്ടിക്കാരനായിരുന്നു. തിരിഞ്ഞാ ഇജ്ജ് ആനമക്കാരന്റെ പുന്നാരമോള. നിന്റെ ഉപ്പൂപ്പാക്ക ഒരാനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. പിന്നെ അന്റെ നിക്കാഹ് ഉടനെ നടക്കും. ബാപ്പ ചെറുക്കനെ നോക്കണുണ്ട്. നിന്റെ അനുവാസം കൂടാതെ ഇജ്ജ് ഈ അതിർത്തൊന്നും നീ വെളി പോവരുത്. എന്റെ തല കറങ്ങണ. മയ്യതിനെ, എന്റെ മോള് വീണല്ല. മുത്തുനബിയെ, എന്റെ മോക്കത് എന്ത് പണഞ്ഞ്? എന്തിട്ടാണോ നോക്കിക്കിടന്ന് മൂത്ത് വെള്ളം ഒഴിക്കുകയെ? മോൾക്ക് ജനിക്ക് മോളെ എന്തെന്റെ മോൾക്ക് പല ശൈത്താനും കൂടിയോ? നിങ്ങള് പോയി മുസ്ലിയാരെ കൊണ്ടുപോ. ഇത് ബാധ തന്നെയാണ്. വേഗം പോ. എന്റെ പൊന്നാര മോക്ക് എന്ത് പെടിഞ്ഞ്? ഊണമില്ല, ഉറക്കമില്ല, എപ്പോഴും കരച്ചില് തന്നെ. കാണുന്നില്ലല്ലോ. മുസ്ലിയാര് വന്നിട്ടുള്ളത് ശൈത്താൻ ഒഴിപ്പിക്കാനാണ്. ഏത് ശൈത്താനായാലും മുസ്ലിയാർ ഒഴിപ്പിക്കും. അങ്ങേരെ കയ്യിലൊരു ശൂരിലുണ്ട്. ഇഫ്രീത്ത്, ജിന്ന്, ശൈത്താൻ, കുട്ടി ശൈത്താൻ, പിന്നെ അതിലൊക്കെ മുന്തിയ ശൈത്താൻ, റൂഹാനി, അങ്ങനെ പല ശൈത്താനിയും ഒഴിപ്പിച്ച ശൂരിലാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ മൊയിലാരെ, എന്റെ മോക്കൊരു പിരാന്ത് പോലെ. ഓളെങ്ങോട്ട് വിളിക്ക്. എന്തിരുത്ത അവളുടെ പേര്? കുഞ്ഞിപ്പാത്തുവോ, അന്നതെ മുസ്ലിയാരി വിളിക്കണേ. ഇവിടെ വാ. എന്തിരുത്താ എനക്ക് പറ്റിയത്? ഇവിടെ നോക്ക്. മൊയിലാരെ, എന്റെ മോളെ രക്ഷിക്കണം.
ഇങ്ങളല്ലാണ്ട് ഞമ്മക്കാരുമില്ല. ഓൾക്ക് പിരാന്തൊന്നല്ല, ഇത് ശൈത്താൻ കേറിയതാ. ഓളുടെ മോറും കണ്ണിന്റെ പുടുത്തവും കണ്ടാൽ അറിഞ്ഞൂടെ? ഇത് നോക്ക്, ഈ ശൂരില് ഇപ്പിരുത്ത് ജിന്ന് റൂഹാനി ഏത് ശൈത്താനായാലും ഈ ചൂരിലോണ്ട് ഞമ്മൾ ഒഴിപ്പിക്കും. ചൂരിലോണ്ട് അടിക്കണത് കുഞ്ഞുപാത്തുമാനല്ലേ? അപ്പോ ഷെയ്ത്താൻ എങ്ങനെ അടി കിട്ടുക? ജിന്ന് ഓളുടെ മേത്ത് കേറിയിരിക്കല്ലേന്ന്. ആട്ടി കൊണ്ടിട്ടും പോയില്ലെങ്കിലാ? അയിനാണ് ഭയില്ലാത്തെ. നല്ല ചൂനിയമ്മളക അരച്ച് കണ്ണിയെ തേക്കും. അപ്പൊ ശൈത്താൻ പറന്ന് പോകും. ആ ബെറുക്കനെ ഭർത്താനം പറഞ്ഞ് നേരം കളയണ്ട. വട്ടനടിമേ, മിറ്റത്തൊരു കുഴി കുഴിക്ക്, എന്നിട്ട് അതിൽ തീക്കനലിട്. എന്നിട്ട് അതിനു ചുറ്റും ചട്ടിയിൽ തിരി കത്തിക്ക്. കുഞ്ഞുത്താച്ചുമ്മ, ഒരു പലക ഉണ്ടാ, ആ കുഴിയുടെ മുമ്പിൽ പലക വയ്ക്ക്. ആ ഇനി കുഞ്ഞുപാത്തുമ്മാനെ പലകമ്മിലിരുത്ത്. ഈ കുന്തിരിക്കും ചന്ദനം കൊണ്ട് അന്റെ തലയിൽ ഉയ്യട്ടെ. നല്ല മണം വരണല്ല. മുണ്ടാണ്ടിരിക്കുന്നു. ഉഞ്ഞത് തീയിലിടട്ടെ. പെണ്ണെ പറയ്, ആരാണെന്ന് പറയ്. കൂടിയിരിക്കണത് ആരാണെന്ന് പറയാൻ കേട്ടില്ല. ആരാണെന്ന് പറയും. മേത്ത് കൂടിയിരിക്കണത് ആരാണെന്ന് പറയും. പറഞ്ഞില്ലെങ്കിൽ പറയിക്കും. ഞമ്മളാ പറയണത്. കൊണ്ട ചൂരില് ഏത് ജിന്നായാലും ഏത് സ്പിരിറ്റായാലും ഇറങ്ങി പോണതാ നല്ലത്. പഠിച്ചോനെ, കൂടിയിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് പറയാ. എന്റെ മേത്ത് ആരും കൂടിയിട്ടില്ല. എന്തിരുത്താ അവള് പിറുപിറുക്കണത്? ഇജ്ജ് പറയണുണ്ടാ അല്ലെങ്കിൽ പറയിക്കണ? പറയാനൊരുക്കല്ലെങ്കിൽ അവസാനത്തെ കൈ തന്നെ നോക്കുക. മുളകരച്ച് കണ്ണി തയ്ക്കുക. പായിച്ച് കാണിക്കുന്നേ. ഈ ചോറിലിങ്ങനെ ഒടിച്ച് കസ്നാക്കി ഞാൻ ഈ തീയിലിടുന്നുണ്ട്. പഠിച്ചോനെ, എന്റെ മോള് വീണല്ല. മോളെ, എന്റെ മോക്ക് എന്ത് പറ്റി? പഠിച്ചോനെ. കുഞ്ഞിപ്പാത്തുമ്മ, തീന്റെ അടുത്ത് നിക്കണത് ആരാണ്? തൊട്ടാപ്പേന്റെ കാക്കല്ലേ? ഞാൻ ഓടിച്ചെന്നതാണോ? അല്ലെങ്കിൽ ഞമ്മളെ ഭാര്യ എടുത്താണോ? അകത്ത് പായിൽ എന്നെ കൊണ്ടേ കിടത്തിയത് ആരാ? ഒന്നും ഓക്കം കഴിയണില്ലല്ലോ. അടഞ്ഞു കിടക്കണ ചെല്ല് തുറക്കണത് തൊട്ടാപ്പേന്റെ ബാപ്പയല്ലേ? ദേ മുറിയിലേക്ക് വെളിച്ചം വരണ്. വെളിച്ചത്തിന് എന്ത് വെളിച്ചം! കുഞ്ഞിപ്പാത്തുമ്മ, നീ എണീറ്റിരുന്ന് ഇതങ്ങ് കുടിക്ക്. കയ്പുള്ളതാണ്, എന്നാലും മധുരം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. രുചിച്ചു നോക്കണ്ട. തൊട്ടാപ്പേന്റെ ഇക്കാക്ക പോയോ? മരുന്ന് കുടിച്ചത് ഓർമ്മണ്ട്. ഇക്കാക്ക പോയത് ഞമ്മളറിഞ്ഞില്ല. മോളെ, ഈ പൊടിയരിക്കഞ്ഞി കുടിക്ക്. എത്ര നാളായി വല്ലതും കഴിച്ചിട്ട്? ഞാൻ മരിച്ചാൻ പോണ്. നിനക്ക് ആയിഷാന്റെ ഉമ്മ മുടി കെട്ടണ പോലെ കെട്ടണ. ഞാൻ മരിച്ചാൻ പോണ്. എന്റെ പുന്നാര മോട അങ്ങനെ പറയല്ലേ. എന്റെ കല്യാണക്കാരൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ്. ഇഞ്ഞിപ്പ കെട്ടിച്ചണ്ട. ഞാൻ മരിച്ചാൻ പോണ്. ഞാൻ മരിക്കാൻ പോണൂന്ന് പറയണം. ആട്ടെ, മരുന്നിന് മധുരം ഉണ്ടായിരുന്നോ? ഒന്ന് പോ തൊട്ടാപ്പി. കള്ള ബുദ്ധൂസിനെ ഒരാള് മരുന്ന് കൊടുത്താലേ കുടിക്കും. ഒന്ന് മിണ്ടാണ്ടിരി തൊട്ടാപ്പി. ഈ കള്ള ബുദ്ധൂസിനെ കെട്ടിക്കാൻ പോണത് ആരെ കൊണ്ടാണെന്ന് അറിയാമോ?
കല്യാണത്തിന് എല്ലാരും വിളിക്കണം. 5-8 ആളോളെ മാത്രം വിളിച്ചാ മതിന്നാ നിസാറിന്റെ ബാപ്പി ഉമ്മയും പറയരുത്. പിന്നെ പുതുപ്പണിയുള്ളതൊക്കെ അവര് മേങ്ങിയിട്ടുണ്ട്. ഖത്തീബിനെ വിളിക്കാന് നിങ്ങള് വേഗം പോയിക്കോളി. സാരി ഉടുത്തപ്പോ തത്തനെ കാണാൻ നല്ല ചേലുണ്ട്. ഇനി മുടി ചീകി പൂവയ്ക്കട്ടെ ഞാൻ. ഇങ്ങനെ ശരിയോ? അങ്ങനെ. ഇനി സാരിയുടെ ഈ തുമ്പ് കൊണ്ട് തലങ്ങട് മറക്കി. എന്നിട്ട് ഈ ചെരുപ്പിടും. ഇനി വീട്ടിൽ പോട്ടെ. പൊയ്ക്കോളൂ. ഏയ് കുഞ്ഞിപ്പാത്തുമ്മ, കുനിയരുത്. നിവർന്ന് ധീരമായി നടന്നു പോകും. എന്താണ് വീട്ടുമുറ്റത്ത് പിള്ളേരൊരു ബഹളം? പിള്ളേരും ഉമ്മയും തമ്മിൽ ഭയക്കാണോ? എന്താണ് ബഹന്തകളെ? ബഹന്തകൾ എന്താ പറഞ്ഞേ? നിങ്ങളെ കാലം പാമ്പ് കടിക്കും. ഒലക്കോണ്ടടിക്കും. ഉമ്മ ഒന്ന് വെറുതെ ഇരിക്ക്. വല്ലതും പറഞ്ഞ അവരുടെ ബാപ്പമാര് വൈക്കിന് വരും. വരട്ടടി, അന്ന് അവരൊക്കെ ഒന്ന് കാണട്ടെ. ആനമക്കാരന്റെ പുന്നാരമോളെ അവരൊക്കൊന്ന് കാണട്ടെ. എന്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. അത് കുയ്യാനാർന്നേ. കുയ്യാനേ. എന്താ കുട്ടിയോളെ? എന്താ? കുയ്യാനേ. ഉമ്മ എന്താണ് ഉമ്മ വിഷമിച്ചിരിക്കണത്? നമ്മുടെ പഴയ കാലത്തെ പറ്റി ഓർക്കായിരുന്നു മോളെ. നീ ഉടുത്തൊരുങ്ങിപ്പോ ഒരു ഹൂറി ആയിരിക്കണു. നല്ല മൊഞ്ചുള്ള ചെറുക്കനാണ് അയ്മത്. റബ്ബുലലുമീനായ തമ്പുരാനെ രക്ഷിക്കണേ. ഉമ്മാക്ക് എന്താ ഇത്ര വിഷമം? ആ പിള്ളേര് പറയണത് ഇജ്ജ കേട്ടില്ലേ? ഉമ്മ ഞാൻ കേട്ട്. ഓല് പറയാണ് നിന്റെ ഉപ്പൂപ്പാന്റെ ആന കുയ്യാനേർന്ന്. കുയ്യാന. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലിന്റെ റേഡിയോ രൂപാന്തരം സമാപിക്കുന്നു. രൂപാന്തരപ്പെടുത്തിയത് പ്രൊഫസർ EV സുകുമാരൻ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: കുഞ്ഞു പാത്തുമ്മ സി രമാദേവി, കുഞ്ഞു താച്ചുമ്മ തൃശൂർ LC, വട്ടനടിമ PU വിശ്വനാഥൻ, നിസാർ അഹമ്മദ് PK സുരേഷ് ബാബു, മുസലിയാർ രഞ്ജിത്ത് മങ്കുഴി, ആയിഷ M തങ്കമണി. കുട്ടികൾ: മിനു മുംതാസ്, വൈശാഖ്, വിഷ്ണുപ്രിയ, രാജേഷ്. സംവിധാനം ഉമാ ബാലൻ.